കോഴിക്കോട് തിരുവണ്ണൂരിൽ വാട്ടർ ടാങ്ക് തകർന്നു വീണ അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശി അറുമുഖനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് തിരുവണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സ്മൃതി, നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്താണുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാട്ടർ ടാങ്ക് തകർന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അറുമുഖന്റെയും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെയും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ഇത് തിരുവണ്ണൂർ കോഴിപ്പുറത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ വീടിന്റെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്. ഇത് അല്പം പഴകിയതാണ്, അതായത് കുറച്ച് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് 2 ജോലിക്കാരെ ഇവിടെ എത്തിച്ചത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം വീട്ടുകാർ ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു ഈ അപകടം. അതായത് രാവിലെ ഏതാണ്ട് 9 മണി സമയത്ത് വീട്ടുകാർ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ആ സമയത്ത് ഈ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പേരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. അതിൽ അറുമുഖൻ എന്ന തമിഴ്നാട് സ്വദേശിക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ അറുമുഖനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞില്ല. ഒരാൾ കൂടി അറുമുഖന്റെ ഒപ്പം ജോലി നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അയാളുടെ കാലിന് പരിക്ക് പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പം പഴക്കമുള്ള ഒരു വാട്ടർ ടാങ്കാണ് സ്മൃതി ഇത്. അതാണ് തകർന്ന് ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയും അങ്ങനെ ഈ ദാരുണമായ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. ഇവരുടെ ശബ്ദമൊക്കെ കേട്ട്, അതായത് ശരീരത്തിലേക്ക് ഈ വാട്ടർ ടാങ്ക് തകർന്നു വീണതിന് പിന്നാലെ ഇവരുടെ നിലവിളി കേട്ടാണ് സമീപവാസികളായവരൊക്കെ ഓടിക്കൂടുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആണ് ഉണ്ടായത്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു സമയത്ത്? എന്താ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവര് പ്രോപ്പറായിട്ട് ടൂളൊന്നും ഉപയോഗിക്കാതെ പണിയെടുത്ത് അങ്ങനെ പറ്റിയ അപകടമാണ്. കാരണം ഇവർ പൈസ ലാഭിച്ച് സാധനങ്ങളൊന്നും സപ്പോർട്ടൊന്നും കൊടുക്കാതെ ഒരു പെട്ടെന്ന് കഴിക്കാന്ന് വെച്ചു. ഇത് തകർന്ന് ഇവരുടെ ശരീരത്തിലേക്ക് വീഴുക, അങ്ങനെ വീണതാണെന്ന് ഞാൻ കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞല്ലേ. ഇത് തമിഴ്നാട് സ്വദേശികളായിരുന്നു ഇവര്? അതെ. ഏതായാലും തമിഴ്നാട് സ്വദേശികളാണ് ഈ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നിരുന്നത്. സ്മൃതി, അറുമുഖൻ എന്നാണ് മരിച്ചയാളുടെ പേര്. ഒരാൾക്ക് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട്. നിലവിൽ അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്മൃതി, ഇത് ഇപ്പോൾ വേണ്ട മുൻകരുതലുകളൊന്നും എടുക്കാതെ ഈ തൊഴിലാളികളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രദേശവാസി പറയുന്നത്. ഈ വീട്ടിനുടമയൊന്നും അവിടെ ഇല്ലേ? അവരൊന്നും പ്രതികരിക്കാനില്ലേ? ഈ അപകടം ഉണ്ടായപ്പോൾ ഈ പരിക്കേറ്റ ആളുടെ അവസ്ഥ എന്താണ്? സ്മൃതി, പരിക്കേറ്റയാൾക്ക് കാലിന് അല്പം പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വീട്ടുകാരുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവർ നിലവിൽ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്ന ഒരു കാര്യം, തങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, അമ്പലത്തിൽ പോയ സമയത്താണ് ഈ അപകടമുണ്ടായത്. 2 പേരെ, അതായത് ഈ പരിസരത്തൊക്കെ ജോലി തേടി നടന്നിരുന്ന 2 പേരെ, തമിഴ്നാട് സ്വദേശികളാണ് അവരെ ഈ ഒരു ജോലിക്ക് വേണ്ടി ഇവിടേക്ക് വിളിച്ചതാണ്. ആ സമയത്ത് ഇവർ അമ്പലത്തിൽ പോയ സമയത്ത് ഈ അപകടം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കണ്ടിട്ട് നമുക്ക് അത്ര വലിയ പഴക്കമൊന്നും ഈ ഒരു വാട്ടർ ടാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഈ 2 പേരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനു പിന്നാലെ ഇത് തകർന്ന് ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഒരാൾ ഇതിനടിയിൽ പെട്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം സമീപവാസികളൊക്കെ ഓടിക്കൂടി ഒപ്പമുണ്ടായിരുന്ന ആൾ കൂടിച്ചേർന്നാണ് ഈ അതീവ ഗുരുതരമായി പരിക്കേറ്റ അറുമുഖനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. മറ്റൊരാൾക്ക് കാലിനാണ് പരിക്ക്. സ്മൃതി, നിലവിൽ അദ്ദേഹം ചികിത്സയിലാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വീട്ടുകാർ നമ്മളോട് ഇതുവരെ പ്രതികരിക്കാനായി തയ്യാറായിട്ടില്ല. അവർ കണ്ടിട്ടില്ല എന്നാണ് അവർ അതിനൊരു ന്യായമായി പറയുകയും ചെയ്യുന്നത്. ഏതായാലും സ്മൃതി, വളരെ വലിയൊരു അപകടം. തമിഴ്നാട് സ്വദേശിയായ അറുമുഖനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സ്മൃതി, ദാരുണമായ സംഭവമാണ്. കോഴിക്കോട് തിരുവണ്ണൂരിലുണ്ടായ അപകടത്തിന്റെ വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്നത് നൽകി.